നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇടുക്കി നെടുങ്കണ്ടത്ത് ഇരട്ടക്കൊലപാതകം. പ്രതി സ്വന്തം മകനാണ് അമ്മയെ കൊലപ്പെടുത്തിയത്. സ്വന്തം സഹോദരനാണ് ജ്യേഷ്ഠനെ കൊലപ്പെടുത്തിയത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഈ സംഭവ വികാസങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പ്രതി എങ്ങനെ കൊലപ്പെടുത്തി, അതിനുശേഷം എന്തായിരുന്നു പ്രതി ചെയ്തതെന്നടക്കമുള്ള പ്രതിയുടെ മൊഴി, അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരികയാണ്. അമ്മയുടെയും സഹോദരൻ്റെയും മൃതദേഹങ്ങൾ വീട്ടുവളപ്പിൽ കുഴിച്ചിട്ട ഇളയ മകൻ സജി പോലീസ് അന്വേഷണം തുടങ്ങിയതോടെ ഒളിച്ചിരുന്നത് വീടിന് സമീപത്തെ ഏലത്തോട്ടത്തിലാണ്. തോട്ടുവാക്കട പുന്നൂട്ടിൽ മേരി 71 വയസ്സ്, മകൻ റജി 54 വയസ്സ് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഈ സംഭവത്തിൽ മേരിയുടെ ഇളയ മകൻ സജി 43 വയസ്സുകാരനാണ് അറസ്റ്റിലായത്. പ്രതിയാണ് അതിക്രൂര കൊലപാതകം നടത്തിയത്. തിങ്കളാഴ്ച രാത്രി പരിശോധനയ്ക്കിടെ 2 തവണ സജിയെ കണ്ടു എന്ന് പ്രദേശവാസികൾ പോലീസിനോട് അറിയിച്ചു. തുടർന്ന് പോലീസിന്റെ നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തി, പക്ഷെ കണ്ടെത്താൻ സാധിച്ചില്ല. മരം കയറ്റത്തിൽ വിദഗ്ധനാണ് സജി. മരത്തിന്റെ മുകളിലിരുന്ന് പോലീസിന്റെ നീക്കം നിരീക്ഷിച്ചിട്ടുണ്ടാകുമെന്നാണ് നിലവിൽ കിട്ടുന്ന സൂചന. പോലീസ് കഴിഞ്ഞ ദിവസവും ഡ്രോണും ഡോഗ് സ്ക്വാഡും ഉൾപ്പെടെയുള്ള പരിശോധന നടത്തിയിരുന്നു. ഇത്തരത്തിൽ പ്രതിയെ കണ്ടെത്താനുള്ള അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. ഇതിനിടെ വീടിനടുത്തുള്ള വഴിയിലൂടെ നടന്നു വന്നാണ് സജി പോലീസിന് മുന്നിൽ കീഴടങ്ങിയത്. മൃതദേഹങ്ങൾ തിങ്കളാഴ്ച കണ്ടെത്തിയതിനു പിന്നാലെ സജിക്കായി പോലീസ് തിരച്ചിൽ നടത്തിയിരുന്നു. വീടിന് സമീപത്തെ ഏലത്തോട്ടത്തിൽ ഒളിച്ചു കഴിയുകയായിരുന്നു പ്രതി. പിടിക്കപ്പെടുമെന്ന് ഉറപ്പായതോടെയാണ് ഉച്ചയ്ക്ക് 12 മണിയോടെ സജി കീഴടങ്ങിയത്. തോട്ടുവാക്കട കവലയിലെ കടയിലെത്തിയ സജി തനിക്ക് തെറ്റ് പറ്റിയെന്ന് കടയിലെ ജീവനക്കാരിയോട് പറഞ്ഞു. സമീപത്തുണ്ടായിരുന്ന പോലീസ് സജിയെ പിടികൂടുകയും ചെയ്തു. പ്രതി പറയുന്നത്, നിങ്ങൾ എന്നെ തിരയുന്നതെല്ലാം ഞാൻ കാണുന്നുണ്ടായിരുന്നു എന്നാണ്. പോലീസ് അന്വേഷിച്ചെത്തിയ ഞായറാഴ്ച വൈകുന്നേരമാണ് വീടിനടുത്ത് നിന്ന് ഒരു ബാഗുമായി പ്രതി ഓടി രക്ഷപ്പെട്ടത്. ഇയാൾ വീടിന് സമീപം തന്നെയുള്ള പാറയിലും ഏലത്തോട്ടത്തിലുമാണ് ഇത്രയും ദിവസം, അതായത് തിങ്കൾ ചൊവ്വ ദിവസങ്ങൾ, ചൊവ്വാഴ്ച ഈ പ്രതിയെ കണ്ടെത്തുന്ന ആ ഒരു സമയം വരെയും ഇത്തരത്തിലായിരുന്നു ഒളിവിൽ കഴിഞ്ഞിരുന്നത്. പോലീസ് ആദ്യഘട്ടത്തിൽ അന്വേഷിച്ചപ്പോൾ തന്നെ ഞായറാഴ്ച വൈകിട്ടോടെ ഏലത്തോട്ടത്തിലെ പടുത്താക്കുളത്തിന് സമീപത്ത് നിന്ന് കുറച്ച് വാഴപ്പഴവും വസ്ത്രങ്ങൾക്ക് ഉപയോഗിക്കുന്ന പശയും ഒരു കൈലിയും അടങ്ങിയ ബാഗ് കണ്ടെത്തിയിരുന്നു. ഇതോടെ ഇയാൾ സമീപത്ത് തന്നെ ഉണ്ട് എന്ന് സൂചന കിട്ടി. പിന്നീട് പോലീസും നാട്ടുകാരും തിങ്കളാഴ്ച രാത്രി വരെ പരിശോധിച്ചു. പിന്നാലെയാണ് പ്രതിയെ കണ്ടെത്താൻ സാധിച്ചത്. തിരച്ചിലിനിടെ രാത്രി ഒരു തവണ സജിയെ ദൂരെ നിന്ന് ഓടി മറയുന്നത് കണ്ടെന്നും പറയുന്നുണ്ട്. ചൊവ്വാഴ്ച രാവിലെ മുതൽ ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് ഒരു 12 മണി അടുപ്പിച്ചാണ് ചിന്നപ്പച്ചടി ഉമ്മാക്കട റോഡിൽ നിന്ന് നടന്നു വന്ന സജി ഇവരുടെ വീടിനടുത്തുള്ള കടയിലെത്തി താൻ കീഴടങ്ങുകയാണെന്നും തെറ്റുപറ്റിപ്പോയി ക്ഷമിക്കണമെന്നും കടയുടമ ലില്ലിക്കുട്ടി ജോസഫിനോട് കൈകൂപ്പി പറഞ്ഞത്. ഇത് കണ്ട സമീപത്ത് മഫ്തിയിലുണ്ടായിരുന്ന പോലീസുകാർ ഓടിയെത്തി സജിയെ പിടികൂടി. തുടർന്ന് നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യ പരിശോധന നടത്തി പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. കൊലപാതകങ്ങൾ സജി എങ്ങനെ നടത്തി എന്നതും ഒരു ചോദ്യമാണ്. റജിയുമായി വീട്ടിൽ തർക്കമുണ്ടായെന്നും ഇതേ തുടർന്ന് സജി തുണി ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയിരിക്കാമെന്നാണ് സൂചന. കൊലപാതകത്തിന് ദൃക്സാക്ഷിയായത് പക്ഷപാതം പിടിച്ച് കിടപ്പിലായിരുന്ന അമ്മ മേരിക്കുട്ടിയാണ്. അമ്മ മേരിക്കുട്ടിയെ സജി മർദ്ദിച്ചിരിക്കാമെന്നാണ്, അതാകാം അവരുടെ മരണ കാരണമെന്നും സൂചനയുണ്ട്. വീട്ടിൽ സൂക്ഷിച്ച മൃതദേഹം 2 ദിവസത്തിന് ശേഷം വീടിനോട് ചേർന്ന ചായപ്പിൽ പ്രതി എത്തിച്ചു. ഇവിടെ നിന്നാകാം വീടിന് സമീപത്തുള്ള പഴയ ചാണകക്കുഴിയിൽ കുഴിയെടുത്ത് മൃതദേഹം സംസ്കരിച്ചതെന്നാണ് നിഗമനം. തുടരന്വേഷണത്തിന് ശേഷം മാത്രമേ ഇക്കാര്യങ്ങൾ വ്യക്തമാകുകയുള്ളൂ. വ്യക്തത വരണമെങ്കിൽ അന്വേഷണം പുരോഗമിക്കണം. ഇരുവരുടെയും മരണം ഉറപ്പാക്കി 2 ദിവസങ്ങൾക്ക് ശേഷം മൃതദേഹങ്ങൾ വീടിന് സമീപത്തെ വിറകുപുരയിലെത്തിച്ച് വല ഉപയോഗിച്ച് മൂടിയിട്ടു. തുടർന്ന് വീട് വൃത്തിയാക്കി തുണികൾ കത്തിച്ചു. ഇതിന്റെ പിറ്റേന്നാണ് വീട്ടുവളപ്പിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടത്. ഈ ദിവസങ്ങളെല്ലാം സജി ജോലിക്കും പോയിരുന്നു. ഒറ്റയ്ക്കാണ് കൃത്യം നടത്തിയതെന്ന് സജി സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ എന്ന് നടത്തിയെന്നതിനെ സംബന്ധിച്ചൊരു വ്യക്തത പ്രതി നൽകിയിട്ടില്ല. ഏപ്രിൽ ആദ്യ ആഴ്ച സംഭവം നടന്നതായാണ് പോലീസിന് കിട്ടിയ സൂചന. കാരണം വോട്ട് ചോദിച്ചെത്തിയ സമയത്തൊക്കെ വോട്ട് ചോദിച്ചെത്തിയവരൊക്കെ ഈ അമ്മയും മകനെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷമാകാം ഈ സംഭവം നടന്നത്. മാത്രമല്ല, മൃതദേഹങ്ങൾ അഴുകിയ നിലയിലായിരുന്നു. അപ്പോൾ ഒരുപാട് ദിവസത്തെ പഴക്കമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സൂചന കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം വൈകിട്ട് സജിയെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. കോടതിയിൽ പ്രതിയെ ഹാജരാക്കും. സജി കുറ്റം സമ്മതിച്ചതിന് പിന്നാലെ മേരിയുടെ റജിയുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് ഈ സംസ്കാര ചടങ്ങുകൾ നടത്തി ബന്ധുക്കൾ. അതേസമയം മേരിയുടെ ഭർത്താവ് പൊന്നൂട്ടിൽ മാത്യു 8 വർഷം മുൻപ് കാണാതായി. കേസിൽ പുനരന്വേഷണം നടത്തുമെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. അതായത് സമാനമായി ഈ ഒരു ഇത്തരത്തിൽ സജി അമ്മയെയും അതുപോലെ തന്നെ സഹോദരനെയും കൊലപ്പെടുത്തിയിരിക്കുന്നു. പിതാവിനെ വർഷങ്ങളായി കാണാനില്ല. എന്തെങ്കിലും പങ്കുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അപായപ്പെടുത്തിയതാണോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മാത്യുവിനായുള്ള അന്വേഷണം ഊർജിതമാക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. മാത്യു
സുവിശേഷകനായിരുന്നു. 2018 മാത്യുവിനെ കാണാനില്ലെന്ന് കാട്ടി വീട്ടുകാർ പരാതി തന്നിരുന്നുവെന്നും ഇതിന്മേൽ അന്വേഷണം നടക്കുകയാണെന്ന് നെടുങ്കണ്ടം പോലീസ് വ്യക്തമാക്കി. മാത്യുവിന്റെ തിരോധാനവും ഇതോടൊപ്പം അന്വേഷിക്കണമെന്നാണ് ആവശ്യം. നമുക്കറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമൊക്കെ ഇടുക്കി നെടുങ്കണ്ടത്ത് ഇരട്ട കൊലപാതകം കേരളത്തെ ഒന്നടങ്കം നടുക്കിയതാണ്. അതിനേക്കാൾ ഉപരി നടുക്കമായിരുന്നു നാട്ടുകാർക്ക് ഈ വാർത്ത നൽകിയത്. പച്ചടി തോട്ടുവാക്കട തിങ്കളാഴ്ച ഉണർന്ന് ഞെട്ടിക്കുന്ന ഇരട്ട കൊലപാതക വാർത്ത കേട്ടായിരുന്നു. വീടിനടുത്തുള്ള പട്ടിക്കൂടിന് സമീപം അമ്മയുടെ മകന്റെ മൃതദേഹം കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയെന്ന വാർത്തയറിഞ്ഞ് നാട്ടുകാർ ഒന്നടങ്കം നടുങ്ങി. നാട്ടുകാരുടെ സംശയം തിരച്ചിലിന് വഴിമാറിയതോടെയാണ് കൊലപാതകത്തിന്റെ ആദ്യ തുമ്പ് ലഭിച്ചത്. പട്ടിക്കൂടിന് സമീപം മണ്ണിളകി കിടക്കുന്നത് കണ്ട് തൂമ്പയ്ക്കൊന്ന് നീക്കിയപ്പോൾ തന്നെ ജീൻസ് ധരിച്ച് അഴുകിയ കാൽ പുറത്ത് കണ്ടു. ഇതോടെ കൊലപാതകം ഉറപ്പിച്ചു. മരിച്ചത് റെജിയാണെന്ന് സംശയം ബലപ്പെട്ടു. അമ്മ മേരിക്കുട്ടി എവിടെയെന്നായി അടുത്ത ചോദ്യം. ഉടൻ പോലീസ് എത്തി പ്രദേശം ബന്ദോബസ്താക്കി. 1:45 നാട്ടുകാരുടെ സഹായത്തോടെ ഫോറൻസിക് സംഘം മൃതദേഹങ്ങൾ പുറത്തെടുത്തപ്പോൾ സംശയിച്ചു തന്നെ സംഭവിച്ചു. ഒരു പുരുഷന്റെ സ്ത്രീയുടെ മൃതദേഹം ഉള്ളിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു. അതായത് അമ്മയെയും മകനെയും ഈ സജി കൊലപ്പെടുത്തി കുഴിച്ചു മൂടുകയായിരുന്നു. ശേഷം ഇയാൾ ഒളിവിൽ പോയി. പ്രതി എന്തായാലും കഴിഞ്ഞ ദിവസം പിടികൂടാൻ സാധിച്ചു. പ്രതിയുടെ മൊഴി പുറത്തു വന്നിട്ടുണ്ട്. വളരെ ദുരൂഹമായ ഒരു കേസിന് പ്രതി ആരെന്ന ചോദ്യത്തിനൊക്കെ കഴിഞ്ഞ ദിവസത്തോടെ ഉത്തരം കിട്ടി. മാത്രമല്ല മൃതദേഹങ്ങൾ കണ്ടെത്താൻ അല്ലെങ്കിൽ തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യത്തിലായിരുന്നു. ആ കാര്യത്തിലും ഒരു വ്യക്തത വന്നിരിക്കുകയാണ്. ശാസ്ത്രീയ പരിശോധനയ്ക്കൊക്കെ ശേഷം അതിക്രൂരമായ കൊലപാതകമാണ് പ്രതി നടത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.